ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ദീപാവലി സ്പെഷ്യൽ ഒരു ഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് ഗുങ്കുറു ബീഡ്സ് കുറച്ച് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ചെറിയ ഗുങ്കുറു ബീഡ്സ്. പിന്നെ നമുക്ക് കുറച്ച് ബീഡ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ബീഡ്സ് നാലാംകുഴിയിൽ വെച്ചെടുത്ത ബീഡ്സാണിത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ബീഡ്സും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യം ലക്ഷ്മി ബീഡ്സാണ്. അതിനൊരു മോൾഡിൽ വെച്ചിട്ട് ഞാൻ ക്ലേ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡും ഒന്ന് സെയിം അളവിലാകാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ലെവലാക്കി സ്മൂത്താക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് കുറച്ച് ബീഡ്സ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഗുങ്കുറു ബീഡ്സ് അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് വയർ കോർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാത്തിലൊന്നും ഗുങ്കുറു ബീഡ്സും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെയാണ് ഒന്ന് അറേഞ്ച് ചെയ്യണത്. ഇടയ്ക്ക് ബ്രൗൺ ബീഡ്സും കൂടി വെച്ചിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് കളർ ചെയ്തെടുക്കാം. ഗോൾഡൻ കളറിൽ ഒരു ലൈറ്റായിട്ട് ബ്ലാക്ക് മിക്സ് ചെയ്ത് ഒരു ആൻറ്റിക് ഗോൾഡൻ കളറായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഒരു കോട്ട് നമുക്ക് പറ്റിയില്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും നമുക്ക് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യാം. ബാക്ക് സൈഡിലും ഗോൾഡൻ കളർ അപ്ലൈ ചെയ്യാം. ബീഡ്സിൽ മാത്രം നമ്മളിപ്പോൾ കളർ ചെയ്യുന്നില്ല. ഗോൾഡൻ കളർ ഒത്തിരി തിക്കായിട്ട് അപ്ലൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലേ അതിൻ്റെ ആ ഒരു ആൻറ്റിക് ഗോൾഡിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ബ്ലാക്കും ഗോൾഡും കൂടി ഒരു മിക്സായിട്ട് നമുക്ക് കാണണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് പോയാൽ മതിയാവും. അപ്പോൾ എല്ലാ സൈഡിലും ഒന്ന് നമുക്കിത് ഒരു കോട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ലൈറ്റായിട്ട് എടുത്തിട്ടൊന്ന് ബ്രഷ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഗോൾഡൻ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. റെഡ് കളർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലുള്ള ഭാഗത്ത് നമുക്ക് താഴത്തെ ഗുങ്കുറു ബീഡ്സിനും നമുക്ക് റെഡ് കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് അധികം ഡൈല്യൂട്ട് ചെയ്യാണ്ട് ഡയറക്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഡൈല്യൂട്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിന്. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗുങ്കുറു ബീഡ്സിൻ്റെ ബാക്ക് സൈഡിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ബീഡ്സിൽ കളർ ചെയ്യാം. ഇതുപോലെ ഇതിനകത്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിലൊന്നും അധികം കളറാവില്ല. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് അടുത്ത ബീഡ്സ് എടുത്തിട്ട് കളർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബീഡ്സും ഇതുപോലെ തന്നെ നമുക്ക് കളർ ചെയ്തെടുക്കാം. നമ്മൾ ഇനി ഇതിനകത്ത് വാർണിഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് പിൻ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഗ്ലൂ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡീപ്പായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒട്ടും. അല്ലെങ്കിൽ നമുക്കത് പൊളിഞ്ഞു പോരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് 2 ഇയറിങ്സിലും നമുക്ക് ബാക്ക് പിന്ന് അറ്റാച്ച് ചെയ്യാം.
അപ്പോൾ നമുക്ക് കോർത്തെടുക്കാം. ഫസ്റ്റ് നിക്രോം വയർ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ലോക്ക് ബീഡ്സ് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിനകത്ത് ഫസ്റ്റ് റെഡ് കളർ ബീഡ്സ് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ലക്ഷ്മി ബീഡ്സ്, പിന്നെ റെഡ് കളർ ബീഡ്സ്, അങ്ങനെ നമുക്ക് കോർത്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ത്രെഡിൻ്റെ ഒരു കണക്ടറും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു സെറ്റാണ്. നമുക്ക് സാരിയുടെ ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്യാനൊക്കെ നല്ലൊരു സെറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.